കഴിഞ്ഞ ദിവസം എൻ്റെ ഒ പിയിൽ വന്നൊരു പേഷ്യൻ്റ് ഭയങ്കരം ചൂട്, ഭയങ്കരം ദേഷ്യം. അവർ പറയുന്ന കാര്യം, അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യമായിട്ട് അറിയേണ്ടത്, IVF 100% സക്സസ് റേറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഡോക്ടർ ഞങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരണം IVF ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോസിറ്റീവ് ആകുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേകമായിട്ടൊരു തെറ്റിദ്ധാരണയാണ് നമുക്ക് ഈ ഒരു IVF ചെയ്ത് കഴിഞ്ഞാൽ 100% സക്സസ് റേറ്റ് കിട്ടുമെന്നുള്ളത്. നമ്മൾ എല്ലാവരും IVF വരുന്നവരെ അറിയേണ്ട ഒരു കാര്യം, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റുകൾ IVF-നാണെങ്കിലും അതിനൊരു 100% സക്സസ് റേറ്റ് അത് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. നല്ല ഒരു പ്രോഗ്നോസ് ഉള്ളൊരു കേസ്, പ്രോപ്പറായി ചെയ്യുന്നൊരു കേസിനകത്തൊരു 50 to 65, 70% വരെ സക്സസ് റേറ്റ് കൂടാം എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാൽ പോലും അത് എല്ലാ പേഷ്യൻസിൻ്റെയും കണ്ടീഷനിൽ അത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് അത് ഡിറ്റർമിൻ ചെയ്യുന്ന പല ഘടകങ്ങളുണ്ട്. അതിനകത്ത് പേഷ്യൻറ്റിൻ്റെ ഏജ്, ഫാക്ടർ, എഗ്ഗിൻ്റെ ക്വാളിറ്റി, സ്പെർമിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും IVF-ന് 100% സക്സസ് റേറ്റ് ഇല്ല എന്നുള്ളതും, പക്ഷേ സക്സസ് റേറ്റ് ഏറ്റവും കൂടുതൽ IVF ട്രീറ്റ്മെൻറ്റ് ആണെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കുക. യാനയിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കാറുള്ള കാര്യം, നല്ല റിസർവ് ഉണ്ടെങ്കിൽ നമുക്ക് 1-2 പ്രാവശ്യം ചെയ്യാനായിട്ടുള്ള 1-2 എംബ്രിയോസായിട്ട് രണ്ടോ സെറ്റ് ഓഫ് എംബ്രിയോസ് ട്രാൻസ്ഫറിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടെ പോസിറ്റീവ് വരാനുള്ള ചാൻസസ് കുറേ കൂടെ കൂടുതലാണ്. പക്ഷേ IVF-ന് 100% സക്സസ് റേറ്റ്സ് ഇല്ല എന്നുള്ളത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.